ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് കൊല മുന്തിരിങ്ങ വിശേഷമാണ്. ഇതൊക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്തിരിങ്ങയുടെ കഥകളൊക്കെ പറയാം. ഇത് നമുക്ക് ഈ തൈ കിട്ടുന്നത് KVKന്ന് വാങ്ങിയിട്ടാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് വാങ്ങിയതാണ്. ഈ തൈ KVKന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. സോ ഈ തൈ കിട്ടിയ ശേഷം നമ്മൾ തറയിലാണ് വെച്ച് പിടിപ്പിച്ച് കുറച്ച് നാൾ പടർത്തിയെടുത്തു. അത്യാവശ്യം പടർന്നു വന്നപ്പോഴത്തേക്കും നമ്മളിതിനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു. എല്ലാം ഏകദേശം നല്ല ലെങ്തിലെടുത്ത് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് പിന്നെ ഒരു നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുത്ത കമ്പുകളിൽ നിന്നെല്ലാം നിറച്ച് കായ്ച്ചു തുടങ്ങി. വളരെ മൈന്യൂട്ടായിട്ട് ഭയങ്കര ചെറുതായിട്ടാണ് ഇത് കാച്ചു തുടങ്ങിയത്. അപ്പം ഒരു സംശയം ഉണ്ടായിരുന്നു, ദൈവമേ ഇതിനി വളർന്നു വരുമോ, പറ്റിപ്പോയോ എന്നൊക്കെ കണ്ടോ. ഭയങ്കര ചെറുതായിട്ടാണ് ആദ്യം കാച്ചു വന്നത്, പച്ചയായിരുന്നു. പിന്നാണ് ഇത് വളരാൻ തുടങ്ങിയത്. അത് ഏകദേശം ഒരു 1.5 മാസത്തിന് മേളിലായി. ഇതുപോലെ അലൂമിനിയം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിലാണ് പടർത്തി വിട്ടുന്നത്. സിമൻറ്റ് ചെയ്ത് വെച്ചിട്ട് പടർത്തി വിട്ടുന്നത്. വെയിറ്റ് കൂടുതലായി തുടങ്ങിയ പിന്നെ നമ്മളതിലേക്ക് തടിയും അതുപോലെ തന്നെ കയറൊക്കെ വെച്ച് ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇത് പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പലരും പല വിളവാണ്. അതായത് ഒരാൾ ചെറിയ പച്ച ഉണ്ടാവും, ചിലത് പഴുത്തിട്ടുണ്ടാവും, ചിലത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നല്ലൊരു മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്, കുരുവൊക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ തറയിൽ നട്ടുപിടിപ്പിച്ചേക്കുന്ന മെയിൻ റൂട്ടെന്ന് പറഞ്ഞാൽ സ്റ്റെമ്മ്. ഇതിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള വെജിറ്റബിൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതാണ് വളമായിട്ട്, അത് മാത്രമേ നമ്മൾ വളമായിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വെള്ളം ഒഴിക്കാറുണ്ട്. പിന്നെ പ്രൂണിങ് ആണ് ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് ഫോർ നിറയെ കായ്ക്കാൻ. സോ അടുത്ത വിശേഷവുമായി വരുന്നവരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ, സീ യു സൂൺ.